ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടെക് ടിപ്സ് ചാനൽ. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് എങ്ങനെയാണ് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ആർക്കും ഇമെയിലും ഫോൺ നമ്പറും ഹാക്ക് ചെയ്യാൻ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷനാണ് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും നിർബന്ധമായിട്ട് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്തിരിക്കണം. ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു പ്രൊട്ടക്ഷൻ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് എടുക്കാം. ാണ് എങ്ങനെയാണ് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യേണ്ടത് എന്ന്. അതിനായിട്ട് ആദ്യം നമ്മൾ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യണം. സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുമ്പം അതിനകത്ത് ഉണ്ടാകും യൂസേഴ്സ് ആൻഡ് അക്കൗണ്ട്സ് എന്നുണ്ടാകും, അല്ലെങ്കിൽ അക്കൗണ്ട്സ് എന്നുള്ള പേരിലുണ്ടാകും. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പം നമ്മുടെ ഫോണിൽ നമുക്കുള്ള എല്ലാ ജിമെയിൽ IDസും നമുക്ക് ഇതിനകത്ത് കാണുന്നതായിരിക്കും. അതല്ലാതെ നമ്മൾ എടുത്തിട്ടുള്ള അക്കൗണ്ടുകൾ, ഫേസ്ബുക്ക് അക്കൗണ്ട്, വാട്സപ്പ് അക്കൗണ്ട്, മെസ്സഞ്ചർ, അതൊക്കെ നമുക്ക് ഇതിനകത്ത് കാണും. അപ്പം ഇപ്പം നമുക്ക് ഏത് ചാനലിനാണോ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യേണ്ടത് ആ ചാനലിൻ്റെ ഇമെയിൽ ID ഇവിടെ ഉണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇമെയിൽ ID ക്ലിക്ക് ചെയ്തു. ഇനി ഇവിടെ നമുക്ക് കാണാൻ 2 ഓപ്ഷൻസ് ഉണ്ടാകും. ഗൂഗിൾ അക്കൗണ്ട്, അക്കൗണ്ട് സിങ്ക്. അതിനകത്ത് ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ഇമെയിൽ IDയുടെ ഗൂഗിൾ അക്കൗണ്ടിൻ്റെ ഓപ്ഷൻസൊക്കെ ആവും വരിക. അതിനകത്ത് കാണാൻ പറ്റും യു ഹാവ് സെക്യൂരിറ്റി റെക്കമെൻഡേഷൻ എന്ന് ചെയ്യുമ്പം. അപ്പോൾ ഒരു ബോക്സിലായിരിക്കും അത് നമുക്ക് കാണുക. അതിൻ്റെ അടിയിൽ തന്നെ പ്രൊട്ടക്റ്റ് യുവർ അക്കൗണ്ട് എന്നുണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പം ഒന്ന് ലോഡ് ആവുന്നുണ്ട്. ഓക്കെ, ഇത് വന്നിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് വന്നിട്ടുണ്ട്. ഇപ്പം ഇവിടെ ഫോൺ നമ്പർ ആഡ് ചെയ്യാനും റിക്കവറി ഇമെയിൽ ആഡ് ചെയ്യാനും എന്നുള്ള 2 ഓപ്ഷൻസ് ഉണ്ട്. ഇതിനകത്ത് നിങ്ങൾക്കിപ്പം നമ്മുടെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോൺ നമ്പറോ അല്ലെങ്കിൽ ഇമെയിൽ IDയോ ആഡ് ചെയ്യാം. ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഞാൻ ഫോൺ നമ്പറാണ് ആഡ് ചെയ്യുന്നത്. കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളത് അതാണ്. ഇമെയിൽ ID കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ പാസ്വേഡ് കൊടുക്കണം. അപ്പോൾ നമുക്ക് ചിലപ്പം ഓർമ്മയില്ലെങ്കിൽ അത് കുറച്ചധികം പോകും. അപ്പോൾ ഞാൻ ഈസി ആയിട്ട് ഫോൺ നമ്പറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളുടെ ഈ ഇമെയിൽ IDൻ്റെ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ പാസ്വേഡ് അടിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ ഇമെയിൽ IDൻ്റെ പാസ്വേഡ് അടിച്ചിട്ട് നെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫോൺ നമ്പർ അടിക്കാൻ പറയുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ ഇവിടെ ഫോൺ നമ്പർ അടിക്കുകയാണ്. അതിന് മുന്നേ നിങ്ങളൊരു കാര്യം ഉറപ്പ് വരുത്തണം, നമ്മുടെ കൺട്രീൻ്റെ ഫോട്ടോ തന്നെയാണ് ഇവിടെ സൈഡിലുള്ളതെന്ന് നമ്മൾ നോക്കണം. അല്ലാതെ ഫോൺ നമ്പർ നമുക്ക് വരില്ല. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഫോൺ നമ്പർ അടിച്ച് നെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. നമ്മുടെ ഫോണിലേക്ക് OTP വരും എന്നുള്ള മെസ്സേജാണത്. അതിന് നമ്മൾ ഓക്കെ കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മുടെ ഫോണിലേക്ക് വരുന്ന OTP ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കണം ഇവിടെ. ഇപ്പം നമുക്ക് കോഡ് കിട്ടിയില്ലെങ്കിൽ ഡിഡിൻറ്റ് ഗെറ്റ് ദി കോഡ് എന്നുള്ള ഓപ്ഷനിൽ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ കോഡുകൾ വരുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ കോഡ് ഇവിടെ ഓട്ടോ ഫിൽ ആയിട്ടുണ്ട്. നെക്സ്റ്റ് കൊടുക്കുകയാണ് ഞാൻ. നെക്സ്റ്റ് കൊടുത്തപ്പോൾ നമ്മുടെ ഫോൺ നമ്പർ വെരിഫൈ ആയി സക്സസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എപ്പോൾ വേണേലും അപ്ഡേറ്റ് ചെയ്യാം എന്നൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഡൺ എന്നുള്ളടത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സെക്യൂരിറ്റി ചെക്കപ്പ് ഫിനിഷ് ആയിരിക്കുന്നു. ഇവിടെ ഒരു സേഫ് ബ്രൗസിങ് എന്നുള്ളൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ അത് ഡിസ്മിസ് ചെയ്ത് വിടാം.
ഇത് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത പ്രാവശ്യം ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കിത് വേണ്ട എന്നുണ്ടെങ്കിൽ ഇത് ഡിസ്മിസ് ചെയ്ത് വിടാം. ഓക്കെ, ഞാൻ ഡിസ്മിസ് ചെയ്ത് വിടുകയാണ് ഇത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സെക്യൂരിറ്റി ചെക്കപ്പും 2 സ്റ്റെപ്പ് വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ സേഫ് ബ്രൗസിങ് എന്നുള്ളിടത്ത് തന്നെ ഗ്രീൻ ടിക്ക് വന്നിട്ടുണ്ട്. കാരണം നമ്മൾ ഈ 3 സ്റ്റെപ്സ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ ടിക്ക് വരുന്നതായിരിക്കും. ഓക്കെ, ഇനി ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും ഇവിടെ ആ ഒരു ബോക്സ് ഇപ്പോൾ ഗ്രീൻ കളർ ടിക്ക് വന്നേക്കുകയാണ്. ആ ഒരു ബോക്സിൽ പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കണമെങ്കിൽ സി ഡീറ്റെയിൽസ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്ര ഈസിയാണ് നമുക്ക് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യേണ്ടത്. ഫോൺ നമ്പർ വെരിഫൈ ചെയ്യുന്ന അത്ര തന്നെ ഈസിയാണ് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഫോൺ നമ്പർ വെരിഫൈ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് ഒരു കാര്യമാണ് ഫോൺ നമ്പർ വെരിഫൈ ചെയ്യേണ്ടതും. അപ്പം നിങ്ങൾ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. കൂടാതെ തന്നെ ലൈക്ക് ചെയ്യണം. അതുമല്ല, നിങ്ങൾക്ക് വീഡിയോ മറ്റുള്ള ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഷെയർ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഷെയർ ബട്ടൺ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ എന്നോടായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ഗുഡ് ബൈ.